So, good afternoon. Welcome to Teachers Academy's live session. So, I'm Anisha from Teachers Academy. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഓർഗനൈസ് സോഷ്യൽ ആൻഡ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്നുള്ളതാണ്. So, when we are looking to this information, from this we can നോൺ കേസും അൺനോൺ കേസും രണ്ട് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് ആണ് നമുക്കുള്ളത്. ആൻഡ് ഇതിനകത്ത് നമ്മൾ നോൺ കേസിൻ്റെ കേസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആസ് യു ആർ അവെയർ, നോൺ കേസിൽ പേഷ്യൻ്റെ പാസ്റ്റ് ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി എന്നുള്ളത് നമ്മുടെ റീഡർക്ക് ഇറ്റ് ഈസ് ഓൾറെഡി നോൺ ടു ദം. സോ ഈ കേസിൽ നമ്മൾ അൺനോൺ ആണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അൺനോണിൽ വി ഹാവ് ടു ഡിസ്കസ് റിഗാർഡിങ് ദ സോഷ്യൽ ആൻഡ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി. നമ്മുടെ ലെറ്ററിനകത്ത് നമ്മളത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോ ഹൗ ടു കൺസ്ട്രക്ട് ദീസ് ഇൻഫർമേഷൻസ് ഇൻ ആൻ ഓർഗനൈസ്ഡ് മാനർ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ സെഷനകത്ത് നോക്കാൻ പോകുന്നത്. സോ ഓൾമോസ്റ്റ് നമ്മുടെ കേസ് നോട്ട്സിനെല്ലാം ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഹാബിറ്റ്സ് അനുസരിച്ച് ഡിഫറൻസസ് ഉണ്ടെങ്കിലും ദ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ഈസ് ബീയിങ് ഗിവൺ സെയിം, ഓൾമോസ്റ്റ് സിമിലർ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് തന്നെയാണ് തരാറ്. ഓരോ കേസ് നോട്ടിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. സോ ജനറലൈസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്ന് നേരത്തെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ to you organize how this information. So social and past medical history, as the name indicates, നെയിം പറയുന്നത് പോലെ തന്നെ അതിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് ആസ്പെക്റ്റ് ആണുള്ളത്. ഒന്ന് പേഷ്യൻറ്റിൻ്റെ സോഷ്യൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ ഹിസ്റ്ററി, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മെഡിക്കൽ ഹിസ്റ്ററി. സോഷ്യൽ ഹാബിറ്റ്സ് സോഷ്യൽ ഹിസ്റ്ററി മീൻസ് പേഷ്യൻറ്റിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, റീഡിങ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദി മെഡിക്കൽ ഹിസ്റ്ററി, പേഷ്യൻറ്റിൻ്റെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് ഓൺഗോയിങ് മെഡിക്കൽ കണ്ടീഷൻസ്, അത് രണ്ടുമാണ് അവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ വാട്ട് ഈസ് ഓൺഗോയിങ് മെഡിക്കൽ കണ്ടീഷൻ? ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് വിത്ത് ദാറ്റ്. ഓൺഗോയിങ് മെഡിക്കൽ കണ്ടീഷൻ മീൻസ് റെഗുലറായിട്ട് പേഷ്യൻറ്റിന് പോകുന്ന ടൈപ്പ് ഓഫ് കണ്ടീഷൻസ്. ഫോർ എക്സാമ്പിൾ, ആസ് യു നോ, ഡയബറ്റിസ്, ഹൈപ്പർടെൻഷൻ പോലുള്ള കണ്ടീഷൻസ് വൺസ് ഇറ്റ് ഈസ് ബീങ് ഡയഗ്നോസ്ഡ് അതൊരിക്കലും കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആയിട്ടുള്ള കണ്ടീഷനല്ല, ലൈഫ് ലോങ് കണ്ടീഷൻസ് ആണല്ലേ. സോ ദിസ് കണ്ടീഷൻസ് ആർ ലൈഫ് ലോങ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഓൺ ഗോയിങ് കണ്ടീഷൻസ് ആണ്. അതിന് പോകുന്ന മെഡിക്കേഷൻസും അതുപോലെ തന്നെയാണ്. ഇറ്റ് വിൽ ബി കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ്. ആൻഡ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി മീൻസ് പണ്ട് പേഷ്യൻറ്റിനുണ്ടായിട്ടുള്ള കൈൻഡ് ഓഫ് മെഡിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ സർജറീസോ അല്ലെങ്കിൽ പാസ്റ്റ് ഹിസ്റ്ററിയിൽ പേഷ്യൻ്റ് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ആണ് ഇൻഫർമേഷൻ സ്ട്രക്ചർ ചെയ്യുന്നത്. സോ വൈൽ കൺസ്ട്രക്റ്റിംഗ് സോഷ്യൽ ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി, ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകാം എവിടെ അത് പ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ ഹൗ ടു ഓർഗനൈസ് ദീസ് ഇൻഫർമേഷൻ എന്നുള്ളത്. ദ ബേസിക് തിങ് ഈസ് ദാറ്റ് നമ്മൾ നോർമലി നമ്മുടെ പാരഗ്രാഫ് സ്ട്രക്ചറിങ്, ലെറ്റർ സ്ട്രക്ചർ ചെയ്യുമ്പോൾ 3 to 5 പാരഗ്രാഫ്സ് ഉള്ള ലെറ്റർ ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ്സ് ആയിട്ടാണ് നമ്മൾ ലെറ്ററിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പാരഗ്രാഫ് ഈസ് ഓൾവേസ് നമ്മുടെ പാസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ കണ്ടീഷൻ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പർപ്പസ് പാരഗ്രാഫ് എന്നാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിനെ പറയുന്നത്. ബാക്കി പാരഗ്രാഫ്സിനകത്ത് മാത്രമേ കൺസ്ട്രക്ഷനകത്ത് ഡിഫറൻസസ് വരുന്നുള്ളൂ. സോ വെൻ ഇറ്റ് കംസ് ടു ദി ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് അല്ലെങ്കിൽ സെക്കൻഡ് ബോഡി പാരഗ്രാഫ്, തേർഡ് ബോഡി പാരഗ്രാഫ്, ഇൻട്രൊഡക്ഷൻ കൂടാതെ 2 to 3 പാരഗ്രാഫ് നമ്മൾ ലെറ്ററിനകത്ത് ഉപയോഗിക്കാറുണ്ട്. സോ നമ്മുടെ സോഷ്യൽ ഹിസ്റ്ററി കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദ റീഡർ. വെൻ ഇറ്റ് കംസ് ടു എ നോൺ മെഡിക്കൽ പ്രൊഫഷണൽ, ഫോർ എക്സാമ്പിൾ സോഷ്യൽ വർക്കർ, അതുപോലത്തെയുള്ള നോൺ മെഡിക്കൽ പ്രൊഫഷണൽസിലാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നതെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് ബോഡി പാരഗ്രാഫായിട്ടാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. സോ വെൻ ഇറ്റ് കംസ് ടു ദി പ്യോർ മെഡിക്കൽ പ്രൊഫഷണൽസ്, ഡോക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും കൈൻഡ് ഓഫ് മെഡിക്കൽ പ്രൊഫഷണൽസിനാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ലെറ്റർ, നമ്മുടെ ബോഡി പാരഗ്രാഫ്, നമ്മുടെ സോഷ്യൽ ഹിസ്റ്ററി വിൽ കംസ് ടു ദി എൻഡ് ഓഫ് ദ ലെറ്റർ, ദാറ്റ് ഈസ് നമ്മുടെ ഡിസ്ചാർജ് പാരഗ്രാഫിൻ്റെ തൊട്ട് മുൻപിലായിരിക്കും ഇത് പ്ലേസ് ചെയ്യുന്നത്. സോ എയ്തർ ഇറ്റ് കംസ് ഇൻ ദ first body paragraph or the last body paragraph, that is discharge paragraphine തൊട്ട് മുൻപായിട്ട്. ലാസ്റ്റ് ബോഡി പാരഗ്രാഫ് മീൻസ് ഡിസ്ചാർജ് പാരഗ്രാഫിന് തൊട്ട് മുൻപായിട്ടായിരിക്കും നമ്മളിതിനെ പ്ലേസ് ചെയ്യുന്നത്.
And one thing you have to keep in mind is that ഒരിക്കലും നമ്മൾ ഈ ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ ഓർഗനൈസേഷൻ വെച്ച് ഫസ്റ്റ് പേഷ്യൻറ്റിൻ്റെ അഡ്മിഷൻ അല്ലെങ്കിൽ നഴ്സിംഗ് മാനേജ്മെൻറ്റ് നമ്മൾ എഴുതാറുണ്ട്. സെക്കൻഡ് പാരഗ്രാഫായിട്ട് ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് സർജിക്കൽ ഇൻ്റർവെൻഷൻ കഴിഞ്ഞ പേഷ്യൻ്റ് ആണെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻഫർമേഷൻസ് നമ്മളതിനെ പ്ലേസ് ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് അഡ്മിഷൻ ഡീറ്റെയിൽസ് പറഞ്ഞ് കഴിഞ്ഞിട്ട് സോഷ്യൽ പാരഗ്രാഫ് ഒരിക്കലും ലെറ്ററിനകത്ത് സ്ട്രക്ചർ ചെയ്യാൻ പാടില്ല. വെൻ വി ആർ പ്ലേസിങ് ഹോസ്പിറ്റലൈസേഷൻ പേഷ്യൻറ്റിൻ്റെ ഇൻഫർമേഷൻസ് ആണ് ഫസ്റ്റ് പാരഗ്രാഫായിട്ട് പോകുന്നതെങ്കിൽ ദെൻ കറസ്പോണ്ടിങ് ആയിട്ട് നെക്സ്റ്റ് പാരഗ്രാഫായിട്ട് വരേണ്ടത് ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ ഓർ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻഫർമേഷൻ ആയിരിക്കണം അടുത്ത പാരഗ്രാഫ്. ദെൻ ലാസ്റ്റ് നമ്മുടെ ഡിസ്ചാർജ് പാരഗ്രാഫിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സോഷ്യൽ ഹിസ്റ്ററിനെ ഓർഗനൈസ് ചെയ്യുക. ഇനി അല്ല നമ്മൾ നോൺ മെഡിക്കൽ പ്രൊഫഷണലിനാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ ഫസ്റ്റ് ബോഡി പാരഗ്രാഫായിട്ട് നമ്മൾ നമ്മുടെ സോഷ്യൽ ഹിസ്റ്ററി പ്ലേസ് ചെയ്യുക. ദെൻ ഇറ്റ് കംസ് ടു ദ സെക്കൻഡ് ലൈക്ക് പേഷ്യൻറ്റിൻ്റെ അഡ്മിഷൻ ഡീറ്റെയിൽസ്, ഹോസ്പിറ്റലൈസേഷൻ, അങ്ങനെ മിക്സിംഗ് അപ്പ് ഓഫ് ഇൻഫർമേഷൻ ഷുഡ് നോട്ട് ബി ദെയർ. പേഷ്യൻറ്റിൻ്റെ പാസ്റ്റ് ഈ സോഷ്യൽ ഹിസ്റ്ററി ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി എഴുതുന്ന കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ഒരിക്കലും പാരഗ്രാഫ് കമ്പൈൻ ചെയ്ത് പ്രസൻറ്റ് കണ്ടീഷനുമായിട്ട് മിക്സ് ചെയ്ത് എഴുതാൻ പാടില്ല. ഇത് ആസ് ദ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് ഓർ വി ഹാവ് ടു പ്ലേസ് ഇറ്റ് ആസ് ജസ്റ്റ് ബിഫോർ ദി ഡിസ്ചാർജ് പാരഗ്രാഫ്. സോ ഈ ഒരു കാര്യം നിങ്ങൾ ലെറ്റർ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ വെക്കണം. So it will be like beneficial for you while constructing the letter. So let us discuss like some of the ways how we can write the sentence. ഇനി എങ്ങനെയാണ് സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യേണ്ടതെന്ന് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് വെച്ച് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ നോർമലി നമ്മുടെ സോഷ്യൽ ഹിസ്റ്ററി അല്ലെങ്കിൽ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ തരുന്ന കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ്. പേഷ്യൻറ്റിൻ്റെ പേരുണ്ടാകും, പേഷ്യൻറ്റിൻ്റെ കൈൻഡ് ഓഫ് ജോബ് സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ ജോബ് സ്റ്റാറ്റസ്, പേഷ്യൻറ്റിൻ്റെ സോഷ്യൽ ലൈഫ്, ഓൺ ഗോയിങ് മെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഓൺ ഗോയിങ് മെഡിക്കേഷൻസ്, ഇത്രയും കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ് ആണ് സാധാരണയായിട്ട് നമ്മുടെ സോഷ്യൽ ഹിസ്റ്ററിയിൽ തരുന്നത്. സോ വെൻ ഇറ്റ് കംസ് പേഷ്യൻറ്റിൻ്റെ പേര് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. സോ മിസ്റ്റർ തോമസ് അവിടെ തന്നിട്ടുണ്ട്. ഹീ ഈസ് എ മാരീഡ് മാൻ ആൻഡ് ലിവ്സ് വിത്ത് ഹിസ് വൈഫ്. സോ സ്പെസിഫിക്കലി നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ മിസ്റ്റർ തോമസ് ഈസ് മാരീഡ് ആൻഡ് ലീവ്സ് വിത്ത് ഹിസ് വൈഫ് എന്ന് നമുക്ക് സെൻറ്റൻസിനെ കൺസ്ട്രക്റ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് നോട്ട് ഗ്രാമാറ്റിക്കൽ, ഇറ്റ് ഈസ് കറക്റ്റ്. സോ നമ്മളത് എഴുതി വരുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹീ ഈസ് മാരീഡ്, ലീവ്സ് വിത്ത് ഹിസ് വൈഫ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ ആ സെൻറ്റൻസിനകത്ത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻസ്റ്റെഡ് ഹൗ വി ക്യാൻ കൺസ്ട്രക്ട് ദാറ്റ് മിസ്റ്റർ തോമസ് ലീവ്സ് വിത്ത് ഹിസ് വൈഫ്. So in ചില കേസ് നോട്ടിൽ നമുക്ക് കാണാം he lives with his wife and children. So how can we write Mr. Thomas lives with his wife and children? So while writing that, one thing you have to keep in mind is that it is children and not children's. മക്കളുമായിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ താമസിക്കുന്നു. So never write children's. പ്ലൂറലായിട്ട് we can write it as children. So Mr. Thomas lives with his wife and children. So this is the first sentence, and second one is അവിടെ തന്നിട്ടുണ്ട് പേഷ്യൻ്റ് ലീഡ്സ് ബിസി ലൈഫ് അല്ലേ. ബിസി ആയിട്ടുള്ള ലൈഫാണ്. പേഷ്യൻറ്റിന് എക്സസൈസ് ചെയ്യാൻ ടൈം കിട്ടാറില്ല, അല്ലെങ്കിൽ നോ എക്സസൈസ്, റെഗുലറായിട്ട് എക്സസൈസ് പേഷ്യൻ്റ് ചെയ്യാറില്ല. ദെൻ പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യാറില്ല. ഇങ്ങനെ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ് നമ്മുടെ കേസ് നോട്ടിൽ തരാറുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ഹൗ വി ക്യാൻ കൺസ്ട്രക്ട് ദി സെൻറ്റൻസ്. ഈ സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും? So here patient leads a busy life and he does not perform exercise അല്ലേ. നമുക്ക് അങ്ങനെ സെൻറ്റൻസിനെ എഴുതാം. പേഷ്യൻ്റ് ലീഡ്സ് എ ബിസി ലൈഫ് ആൻഡ് ഡസ് നോട്ട് പെർഫോം എക്സസൈസ്. ഗ്രാമാറ്റിക്കലി ദ സെൻറ്റൻസ് ഈസ് റൈറ്റ്, ബട്ട് ദ തിങ് ഇസ് ദാറ്റ് അവിടെ ഒരു ഇൻഫോർമൽ ടോൺ ഉണ്ട്. വി ഹാവ് ടു മെയിൻറ്റെയിൻ ഒരു ഫോർമൽ ടോൺ ആയിരിക്കണം ത്രൂ ഔട്ട് ദ ലെറ്റർ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ വൺ തിങ് ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്, ലൈക്ക് നമുക്ക് ആ സെൻറ്റൻസിനെ ഈ ഒരു ബിസി ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് എക്സസൈസ് ചെയ്യാൻ സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാറില്ല, പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാറില്ല, ഫോർമൽ ലാംഗ്വേജിൽ അല്ലെങ്കിൽ നമുക്ക് സ്പോക്കൺ ലാംഗ്വേജ് അവോയ്ഡ് ചെയ്ത് ജസ്റ്റ് വി ക്യാൻ റൈറ്റ് ഇൻ ദ ഫോം ഹി ലീഡ്സ് എ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. പേഷ്യൻ്റ് അല്ലെങ്കിൽ മിസ്റ്റർ ഓൾറെഡി സെക്കൻഡ് സെൻറ്റൻസ് ആയിട്ട് വരുമ്പോൾ നമുക്കതിനെ സെൻറ്റൻസ് പേഷ്യൻറ്റിൻ്റെ പേരിൻ്റെ ആവശ്യമില്ല. വി ക്യാൻ റൈറ്റ് ഹീ ലീഡ്സ് എ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. അതുപോലെ if the patient is a female, we can write she leads a sedentary lifestyle എന്നുള്ള രീതിയിൽ നമുക്ക് ആ സെൻറ്റൻസിനെ സ്ട്രക്ചർ ചെയ്യാനായിട്ട് പറ്റും.
So this is the way how we can write patients like normal habits അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ലൈഫ് സ്റ്റൈലിനെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ കേസ് നോട്ട് അല്ലെങ്കിൽ ലെറ്ററിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. സോ നൗ ദ അതർ വൺ ഈസ് ലൈക്ക് ഓവർ വെയ്റ്റ്. സോ വെൻ ഇറ്റ് നമ്മുടെ കേസ് നോട്ടിൽ നമ്മൾ ഓൾറെഡി നേരത്തെ പോയിട്ടുള്ള സെഷൻസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വി ഷുഡ് നോട്ട് റൈറ്റ് ഇറ്റ് ആസ് ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഡ്രിങ്കറാണ്, സ്മോക്കറാണ് എന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇറ്റ് ക്യാൻ ബി ലൈക്ക് ജഡ്ജ്മെൻ്റൽ കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ദർ ആർ മെനി റീസൺസ് അല്ലേ, ഒരു പല റീസൺസ് ഉണ്ടാകും ബീങ് ഓവർ വെയ്റ്റ് ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ടാകും. അല്ലെങ്കിൽ സോഷ്യലൈസ് ചെയ്യുമ്പോഴായിരിക്കും കൺസ്യൂം ചെയ്യുന്ന ആൽക്കഹോൾ. വി കനോട്ട് മെൻഷൻ ദാറ്റ് ഹീ ഈസ് എ ഡ്രിങ്കർ. ഒരു ഡ്രിങ്കറാണ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ കംപ്ലീറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. സോ വെൻ വി ആർ റൈറ്റിംഗ് എ ലെറ്റർ വി വിൽ ബി ചേഞ്ചിങ്. ഈ സെൻറ്റൻസ് ഒരിക്കലും നമ്മൾ ഹീ ഈസ് ഓവർ വെയ്റ്റ് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യത്തില്ല. സോ ഹൗ വി ക്യാൻ റൈറ്റ് ദാറ്റ്? സോ ഓവർ വെയ്റ്റ് ആണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്മോക്കറാണ്, ഡ്രിങ്കറാണെന്ന് മെൻഷൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ ജഡ്ജ്മെൻ്റൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് ടു ദി ലെറ്റർ വി വിൽ ബി റൈറ്റിംഗ് ഹിസ് വെയ്റ്റ് ഈസ് എബവ് ദ റെക്കമെൻഡഡ് ലെവൽ എന്ന് എഴുതും. വെൻ ദ പേഷ്യൻ്റ് ഈസ് മെയിൽ ആണെങ്കിൽ നമ്മളിങ്ങനെ എഴുതും ഹിസ് വെയ്റ്റ് ഈസ് എബവ് ദ റെക്കമെൻഡഡ് ലെവൽ. സോ വെൻ ഇറ്റ് കംസ് ടു ദി ഫീമെയിൽ പേഷ്യൻസ് ആണെങ്കിൽ her weight is above the recommended level എന്നുള്ള രീതിയിലായിരിക്കും നമ്മളതിനെ മെൻഷൻ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ വേ ഹൗ വി ക്യാൻ റൈറ്റ് ദിസ് പേഷ്യൻ്റ് ഈസ് ഓവർ വെയ്റ്റ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ക്യാൻ റൈറ്റ് ഹിസ് വെയ്റ്റ് ഈസ് എബവ് ദ റെക്കമെൻഡഡ് ലെവൽ, അല്ലെങ്കിൽ her weight ഈസ് എബവ് ദി റെക്കമെൻഡഡ് ലെവൽ എന്നുള്ള രീതിയിൽ അതിനെ നമുക്ക് സ്ട്രക്ചർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നൗ വി ക്യാൻ ലുക്ക് ഫോർ ദ നെക്സ്റ്റ് വൺ, drinker. So how we can write that, drinker? So how we can write drinker? So normally നമുക്ക് ആ സെൻറ്റൻസിനെ ഈ ഒരു രീതിയിൽ സിമ്പിൾ പ്രസൻറ്റിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഹി കൺസ്യൂംസ് 10 യൂണിറ്റ്സ് ഓഫ് ആൽക്കഹോൾ. ലൈക്ക് ഇവിടെ തന്നിട്ടുണ്ട് ആൽക്കഹോൾ, ഇറ്റ് ഈസ് സ്പെസിഫൈ ചെയ്ത് വോഡ്ക എന്ന് തന്നിട്ടുണ്ട്. സോ ഇൻ ദാറ്റ് വി ക്യാൻ റൈറ്റ് ഹി കൺസ്യൂംസ് 12 യൂണിറ്റ്സ് ഓഫ് വോഡ്ക. സോ സിമ്പിൾ പ്രസൻറ്റിൽ നമുക്ക് ആ സെൻറ്റൻസിനെ അങ്ങനെ എഴുതാം, ഹി കൺസ്യൂംസ് 10 യൂണിറ്റ്സ് ഓഫ് വോഡ്ക എന്ന്. he consumes 12 യൂണിറ്റ്സ് ഓഫ് വോഡ്ക എന്ന് നമുക്കതിനെ അവിടെ എഴുതാം. സോ ഹി ഡ്രിങ്ക്സ് എന്നുള്ളത് നമ്മൾ നോർമലി സെൻറ്റൻസിൽ എഴുതാറുണ്ട്. ഇറ്റ് ഇസ് നോട്ട് എ മിസ്റ്റേക്ക്, കറക്റ്റ് തന്നെയാണ്. പക്ഷേ അത് ഒരു ഇൻഫോർമൽ ടോണിലേക്ക് പോകുന്നത് കൊണ്ട് ടു മേക്ക് ഇറ്റ് സോ ഫോർമലാക്കാനായിട്ട് വി ക്യാൻ യൂസ് ഹി കൺസ്യൂംസ് 12 യൂണിറ്റ്സ് ഓഫ് വോഡ്ക എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ വെൻ ഇറ്റ് കംസ് ടു ദ നെക്സ്റ്റ് വൺ, സോ വെൻ വി ലുക്ക് ടു ദ നെക്സ്റ്റ് വൺ, അവിടെ തന്നിരിക്കുന്നത് ഹി ഡ്രിങ്ക്സ് ബിയർ ഓൺ വീക്കെൻഡ്സ്. വീക്കെൻഡ്സിൽ കൺസ്യൂം ചെയ്യുന്നത്. സോ ഹൗ ക്യാൻ വി കൺസ്ട്രക്ട് ദാറ്റ് സെൻറ്റൻസ്? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഹി കൺസ്യൂംസ് ബിയർ ഓൺ വീക്കെൻഡ്സ്. സോ വീക്കെൻഡ്സ് എന്ന് എഴുതുന്നത് കറക്റ്റാണ്, പക്ഷേ അവിടെ തന്നിരിക്കുന്നത് വൺസ് ഇൻ എ വൈൽ അല്ലെങ്കിൽ വീക്കെൻഡിൽ മാത്രം കൺസ്യൂം ചെയ്യുന്നതാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദ ടേം വീക്കെൻഡ് വി ക്യാൻ റൈറ്റ് ഹി കൺസ്യൂംസ് ബിയർ ഒക്കേഷണലി. ഹി ഓർ ഷീ, പേഷ്യൻറ്റിൻ്റെ പ്രൊനൗൺ വെച്ച് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഹി കൺസ്യൂംസ് ബിയർ ഒക്കേഷണലി എന്നുള്ള രീതിയിൽ ആ സെൻറ്റൻസിനെ നമുക്കവിടെ കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. സോ പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ ലൈക്ക് സോഷ്യൽ ഹാബിറ്റ്സിൻ്റെ കൂടെ ടൈം ഇൻഡിക്കേഷൻ, ദാറ്റ് ഈസ് ഹി ഡ്രിങ്ക്സ് 12 യൂണിറ്റ്സ് ഓഫ് വോഡ്ക സിൻസ് 2000 അങ്ങനെ ടൈം ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ നമുക്കത് എഴുതാനായിട്ട് പറ്റത്തില്ല. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ either we have to write that in present perfect or present perfect continuous. ഈ രണ്ട് ടെൻസിലായിരിക്കും പേഷ്യൻറ്റിൻ്റെ സോഷ്യൽ ഹാബിറ്റിൻ്റെ കൂടെ ടൈം ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ്, സോ ഹി ഹാസ് ബീൻ കൺസ്യൂമിങ് 10 യൂണിറ്റ്സ് ഓഫ് വോഡ്ക സിൻസ് 2000 or he has consumed 10 units of vodka since 2000 എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ആ സെൻറ്റൻസിനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എഴുതുന്നത്. സോ വി ഹാവ് ടു റൈറ്റ് ടൈം ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ either we have to construct that in present perfect or present perfect continuous tense. So while we are writing in present perfect continuous, that is has been consuming, സോ ഹാസ് ബീൻ കൺസ്യൂമിങ് എന്ന് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ ടൈം ഇൻഡിക്കേഷൻ എഴുതേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ഇൻഡിക്കേഷൻ്റെ കൂടെ നമ്മൾ ഹാസ് ബീൻ കൺസ്യൂമിങ് എന്നുള്ള രീതിയിൽ എഴുതും. സോ ഹാസ് ബീൻ കൺസ്യൂമിങ്ങിൻ്റെ കൂടെ ഇറ്റ് ഈസ് മാൻഡേറ്ററി ദാറ്റ് വി ഹാവ് ടു റൈറ്റ് ദ ടൈം ഇൻഡിക്കേഷൻ.
So when we look for the next one, അവിടെ തന്നിട്ടുണ്ട് patient is smoker. So we cannot write directly as patient is a smoker. And രണ്ട് type of information ആ കൂടെ തന്നിട്ടുണ്ട്, number of cigarettes അല്ലെങ്കിൽ the amount patient is consuming and time period അവിടെ തന്നിട്ടുണ്ട്. ടൈം പീരീഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഇന്ന ടൈം മുതൽ അല്ലെങ്കിൽ ഇന്ന സമയം എന്നല്ല, ഇറ്റ് ഇസ് എ പീരീഡ് ഓഫ് ടൈം. 15 years എന്ന ഒരു പീരീഡ് ഓഫ് ടൈം ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. So in order to indicate a period of time, we will be using for. So how can we construct this sentence? So we can construct this sentence as he has been smoking 15 cigarettes for the past 15 years. So ഈ സെൻറ്റൻസ് പേഷ്യൻ്റ് സ്മോക്ക് ചെയ്യുന്നുണ്ട് 15 years ആയിട്ട് എന്ന് നമ്മൾ എഴുതുമ്പോൾ he has been smoking 15 cigarettes for the past 15 years എന്നുള്ള രീതിയിലാണ് അതിനെ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. സോ വെൻ വി ലുക്ക് ഫോർ ദ നെക്സ്റ്റ് വൺ, സ്മോക്കർ എന്ന് തന്നിട്ടുണ്ട്, പേഷ്യൻ്റ് ഈസ് എ സ്മോക്കർ. അവിടെ ടൈം പീരീഡ് തന്നിട്ടുണ്ട് സിൻസ് 2000 എന്നുള്ളത്, പക്ഷേ നമ്പർ ഓഫ് സിഗരറ്റ്സ് അല്ലെങ്കിൽ എത്ര സിഗരറ്റ്സ് ആണ് കൺസ്യൂം ചെയ്യുന്നത് എന്നവിടെ സ്പെസിഫൈ ചെയ്ത് മെൻഷൻ ചെയ്തിട്ടില്ല. സോ വി ക്യാൻ ലുക്ക് ഹൗ വി ക്യാൻ കൺസ്ട്രക്ട് ദിസ് വൺ. So we can construct this sentence in the form of present perfect, that is he has smoked since 2000. 2000 മുതൽ പേഷ്യൻ്റ് സ്മോക്ക് ചെയ്യുന്നത്. സോ ഹി ഹാസ് സ്മോക്ഡ് സിൻസ് 2000. സോ നെക്സ്റ്റ് വൺ ഈസ് ഹിയർ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷന് പോകുന്ന മെഡിക്കേഷൻ റാമിപ്രിൽ അവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സോഷ്യൽ ഹിസ്റ്ററി അല്ലെങ്കിൽ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ പേഷ്യൻറ്റിൻ്റെ റെഗുലർ മെഡിക്കേഷൻ, റെഗുലറായിട്ട് പേഷ്യൻ്റ് കൺസ്യൂം ചെയ്യുന്ന ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ മെഡിക്കേഷൻ നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഹൗ വി ക്യാൻ കൺസ്ട്രക്ട് ദിസ് സെൻറ്റൻസ്? സോ വൈൽ കൺസ്ട്രക്ടിങ് ദിസ് സെൻറ്റൻസ് വി ക്യാൻ റൈറ്റ് patient has hypertension and is on ramipril. Patient has hypertension and is on ramipril. So നമുക്ക് റെഗുലർ മെഡിക്കേഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് ആൻഡ് ഈസ് ഓൺ ഫോർ വിച്ച് ഹീ ടേക്സ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ വൺ തിങ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഈസ് ദാറ്റ് നെവർ റൈറ്റ് ഹി വാസ് ട്രീറ്റഡ് വിത്ത്. ഹോസ്പിറ്റലൈസേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ റെഗുലർ മെഡിക്കേഷനായിട്ട് പേഷ്യൻ്റ് എടുക്കുന്ന മെഡിക്കേഷൻസ്, ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ഹൈപ്പർ ടെൻഷൻ പോലത്തെ ഓൺ ഗോയിങ് കണ്ടീഷൻസിന് നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കുമ്പോൾ ഹി ഹാസ് ഹൈപ്പർ ടെൻഷൻ ഫോർ വിച്ച് ഹി വാസ് ട്രീറ്റഡ് വിത്ത് എന്നുള്ള രീതിയിൽ എഴുതരുത്. ഹി വാസ് ട്രീറ്റഡ് വിത്ത്, വി വിൽ ബി റൈറ്റിംഗ് സിമ്പിൾ പാസ്റ്റ്, വിച്ച് മീൻസ് പേഷ്യൻറ്റിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അതിനെപ്പോഴോ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു എന്നൊരു ഇൻഡിക്കേഷനാണ് അവിടെ കിട്ടുന്നത്. സോ നെവർ റൈറ്റ് ഇൻ ദാറ്റ് ഫോം, ആ ഒരു ഫോമിൽ എഴുതരുത്. ഇൻസ്റ്റഡ് വി ക്യാൻ റൈറ്റ് ഹി ഹാസ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഈസ് ഓൺ, ഓർ ഹി ഹാസ് ഹൈപ്പർ ടെൻഷൻ ഫോർ വിച്ച് ഹീ ഈസ് ഓൺ റാമിപ്രിൽ അല്ലെങ്കിൽ മെഡിക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ആ സെൻറ്റൻസിനെ കൺസ്ട്രക്ട് ചെയ്യാം. സോ എസ്പെഷ്യലി ചില കേസിൽ നമുക്ക് ഈ ലോങ് ടേം മെഡിക്കേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻ്റെ കൂടെ അതിൻ്റെ ടൈം ഇൻഡിക്കേഷനും കൂടെ തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ടൈം ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹൈപ്പർ ടെൻഷൻ സിൻസ് 2000 എന്ന രീതിയിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഹൗ വി ക്യാൻ കൺസ്ട്രക്ട് ദാറ്റ്? സോ ഇഫ് ദ time indication is also being given with that, we can write he has had hypertension and is on ramipril, അല്ലെങ്കിൽ he has had hypertension for which he takes ramipril എന്നുള്ള രീതിയിൽ നമുക്കതിനെ കൺസ്ട്രക്റ്റ് ചെയ്യാവുന്നതാണ്. സോ വൈൽ കൺസ്ട്രക്റ്റിംഗ് ദ സോഷ്യൽ പാരഗ്രാഫ്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ സോഷ്യൽ പാരഗ്രാഫ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വെക്കുക, നേരത്തെ നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഉണ്ടായിരുന്ന ലോങ് ടേം കണ്ടീഷൻസ്, പേഷ്യൻ്റെ സോഷ്യൽ കണ്ടീഷൻസ് നമ്മളിതിൽ കൺസ്ട്രക്റ്റ് ചെയ്യും. ഹോസ്പിറ്റലൈസേഷന് ശേഷം നടന്ന കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷന് ശേഷം നടന്ന പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻസ് നമ്മൾ ഒരിക്കലും സോഷ്യൽ ഹിസ്റ്ററി അല്ലെങ്കിൽ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ കമ്പൈൻ ചെയ്ത് എഴുതാറില്ല. സോ ലെറ്റർ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലൈസേഷന് ശേഷം നടന്ന മീൻസ് കറണ്ട് കണ്ടീഷൻ, പേഷ്യൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻസ് ആണ്, അതൊരിക്കലും പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയുടെ കൂടെ നമ്മൾ എഴുതാൻ പാടില്ല. ആ ഒരു കാര്യം കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ്. സോഷ്യൽ കണ്ടീഷൻസ് വിച്ച് മീൻസ് മാറ്റമില്ലാതെ തുടരുന്ന ടൈപ്പ് ഓഫ് കണ്ടീഷൻസ്, ഫോർ എക്സാമ്പിൾ ലോങ് ടേം മെഡിക്കേഷൻസ് ഒക്കെ നമ്മൾ എഴുതുന്നു. പേഷ്യൻറ്റിൻ്റെ റെഗുലർ മെഡിക്കേഷൻസ്, ഹൈപ്പർ ടെൻഷൻ പോലത്തെയുള്ളത് സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ എഴുതാറുണ്ട്, വിച്ച് മീൻസ് പേഷ്യൻറ്റിന് മാറ്റമില്ലാതെ തുടങ്ങുന്ന അല്ലെങ്കിൽ തുടരുന്ന ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് ആണ്. അങ്ങനെയുള്ള കണ്ടീഷൻസ് അതിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഹോസ്പിറ്റലൈസേഷന് ശേഷം കൊടുത്ത കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ് മിക്സ് ചെയ്ത് എഴുതരുത്. അത് കൺസ്ട്രക്ഷൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ കൺസ്ട്രക്ട് അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് റെഗുലറായിട്ട് നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ കേസിലും വേർഡ്സ് അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻ്റ് കൺസ്യൂം ചെയ്യുന്ന എമൗണ്ട് ഓഫ് ആൽക്കഹോൾ അല്ലെങ്കിൽ തുടങ്ങുന്ന അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇയേഴ്സിന് അങ്ങനെ മാത്രമേ അധികം ഡിഫറൻസസ് വരാറുള്ളൂ. സോ നോർമലി ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ
ഫോളോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എങ്ങനെ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സോഷ്യൽ പാരഗ്രാഫ് അല്ലെങ്കിൽ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എങ്ങനെ കമ്പൈൻ ചെയ്തെഴുതാം എന്നുള്ളത് ഒരു ക്ലാരിറ്റി കിട്ടുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലെങ്കിൽ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ദ സെഷൻ.